ഹായ് ഗൈസ്, എന്തൊക്കെയാണ് നമ്മളെ റമദാൻ സീറോ കാർബ്സ് വെയിറ്റ് ലോസ് ചാലഞ്ച് വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവരും സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നതായിരിക്കും. കാരണം നമ്മളെ നോമ്പ് 10 ആവാനായി ഏറെക്കുറെ. അപ്പോൾ നോമ്പ് 11-നാണ് അത് സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. പലരും ഇപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നോമ്പ് 10-നാകുമ്പോൾ കുറച്ചുകൂടെ നിങ്ങൾക്ക് എന്താ പറയുക, നമുക്ക് നോമ്പ് 10 വരെ നമുക്ക് സ്റ്റാർട്ടിങ്ങിലൊരു ബുദ്ധിമുട്ടുണ്ടാവും. കാരണം ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നോമ്പ് 10 കഴിഞ്ഞാൽ കുറച്ചുകൂടി ഈസിയാവും. അപ്പോൾ സീറോ കാർബ്സ് ആണ്. സീറോ കാർബ്സ് പറയുമ്പോൾ നമുക്ക് മറ്റുള്ള റൈസ്, ചപ്പാത്തി അങ്ങനത്തെ ഐറ്റംസ് ഒന്നും നമുക്ക് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, നമ്മൾ ആ കണ്ട വീഡിയോ നമുക്ക് ഫുൾ റെസിപ്പി ലൈവായിട്ട് എങ്ങനെയാണ് ഞാൻ പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ള വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ എളുപ്പമാവും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫുഡ് അതേപോലെ നിങ്ങൾക്ക് കുക്ക് ചെയ്യാൻ പറ്റും. സോ അതിൻ്റെ ലൈവായിട്ട് ഞാൻ റെസിപ്പീസാണ് കാണിക്കാൻ പോകുന്നത് ഇന്നത്തെ വീഡിയോ. അതായത് നമ്മളെ അത്താഴത്തിന് ഇന്നത്, നോമ്പ് മുറിക്കുമ്പോൾ ഇന്നത്, കഴിഞ്ഞിട്ട് നമ്മൾ കഴിക്കേണ്ട ഭക്ഷണങ്ങൾ ഫുള്ള് ഞാൻ എങ്ങനെയാണ് കുക്ക് ചെയ്യുന്നതെന്നുള്ള വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ എളുപ്പമാവും. അപ്പോൾ നിങ്ങൾ മറക്കാണ്ട് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മളിത് സീറോ കാർബ്സ് ആണ്. സീറോ കാർബ്സ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ എക്സ്ട്രാ കാർബ്സ് അടങ്ങിയ ഫുഡുകൾ അവോയ്ഡ് ചെയ്യുക. ഈ ഒരു 10 ദിവസം മതി. 10 ദിവസത്തിൽ കൂടി നിങ്ങൾ ചെയ്യേണ്ട. കാരണം ഇറ്റ്സ് വെരി ഹാർഡ് ചാലഞ്ചാണ്. സീറോ കാർബ്സ് എന്ന് പറഞ്ഞാൽ തന്നെ ഹാർഡാണ്. നമുക്ക് എനർജി തരുന്ന ഒന്നും തന്നെ അതിലുണ്ടാവില്ല. പ്രോട്ടീന് മാത്രമേ ഉള്ളൂ. അപ്പോൾ കാർബ്സാണ് നമുക്ക് എനർജി തരുന്ന സാധനം. അപ്പോൾ എനർജിക്ക് വേണ്ടി നമ്മളെ ബോഡിയിലെ ഫാറ്റാണ് നമ്മൾ ഈ 10 ദിവസം നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക. അതേപോലെ മാക്സിമം നിങ്ങൾ വെള്ളം കുടിക്കുക. നിങ്ങൾക്ക് എക്സസൈസ്, ഒരുപാട് കഠിനമായിട്ടുള്ള എക്സസൈസ് ചെയ്യാനുള്ള എനർജി നിങ്ങൾക്ക് ഉണ്ടാവില്ല. ജസ്റ്റ് അറ്റ്ലീസ്റ്റ് വാക്കിങ്ങെങ്കിലും ചെയ്യുക. 30 മിനിറ്റ് നിങ്ങൾക്ക് വാക്കിങ് ചെയ്യാം ബിഫോർ ഇഫ്താർ, അല്ലെങ്കിൽ എപ്പോഴാണ് നിങ്ങൾക്ക് സമയം കിട്ടുന്നത് അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. സോ അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട്. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട്. അത്താഴത്തിന് നമ്മളിവിടെ കുക്ക് ചെയ്യാൻ പോകുന്നത് എഗ്ഗ് ഓംലേറ്റ് ആണ്. വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്തിട്ടുള്ള എഗ്ഗ് ഓംലേറ്റ്. അപ്പോൾ ക്യാരറ്റ്, ഒനിയന്, ഗ്രീൻ ചില്ലി, അതേപോലെ ബീൻസ്, 3 എഗ്ഗ് എടുത്തിട്ടുണ്ട്. 3 എഗ്ഗിൽ നിങ്ങൾ ഫുൾ എഗ്ഗ് എന്ന് പറയുന്നത് 2 എടുക്കാൻ പാടുള്ളൂ. ഒന്ന് നിങ്ങൾ എഗ്ഗ് വൈറ്റ് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. ഓക്കെ, അപ്പം നമ്മളിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ അതിലേക്ക് ക്യാരറ്റ്, ഒരു ഹാഫ് ക്യാരറ്റ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ സാൾട്ട് നിങ്ങൾ ആവശ്യത്തിനനുസരിച്ച് ആഡ് ചെയ്യാം. അപ്പോൾ ക്യാരറ്റ് ഞാൻ ഹാഫ് എടുത്തിട്ടുള്ളത്. അതേപോലെ ഒനിയനാണെങ്കിലും ഹാഫാണ് എടുത്തിട്ടുള്ളത്. ബീൻസ് ഒരു 3-4 പീസ് നിങ്ങൾക്ക് എടുക്കാം. ഇനി എഗ്ഗ് കഴിക്കാൻ ബുദ്ധിമുട്ടുന്നവർക്ക് നിങ്ങൾക്ക് ഓട്സ് കഴിക്കാം കേട്ടോ. എഗ്ഗ് കഴിക്കണമെന്ന് നിർബന്ധമല്ല. അപ്പോൾ എഗ്ഗാണ് നമുക്ക് കുറച്ചുകൂടെ റിസൾട്ട് കിട്ടുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ എഗ്ഗ് എടുത്തത്. ഇനി എഗ്ഗ് കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓട്സ് എടുക്കാം. അപ്പോൾ ഞാനിവിടെ മൊത്തത്തിലൊന്ന് മിക്സാക്കി എടുക്കാൻ പോവാണ്. അപ്പോൾ മിക്സാക്കി എടുത്തിട്ട് നമുക്കിതൊരു ഓംലേറ്റ് ആക്കിയിട്ട്, അപ്പോൾ നിങ്ങൾ ഇതിൽ ഉപയോഗിക്കേണ്ട ഓയിൽ എന്ന് പറയുന്നത് ഒന്നല്ലെങ്കിൽ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഒലീവ് ഓയിൽ യൂസ് ചെയ്യാം. മാക്സിമം ഒരു 1 ടേബിൾ സ്പൂണിൽ ഒതുക്കാം. അതിൽ കൂടുതൽ നിങ്ങൾ എടുക്കാതിരിക്കാം. ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ഒഴിക്കുക. ചൂടായതിനു ശേഷം വെജിറ്റബിൾസ് നിങ്ങൾക്ക് എക്സ്ട്രാ എന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും. നിങ്ങളെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാനിവിടെ ക്യാരറ്റും ഒനിയനും ബീൻസൊക്കെ എടുത്തിട്ടുള്ളത്. വെജിറ്റബിൾസ് മസ്റ്റായിട്ട് നിങ്ങൾ ആഡ് ചെയ്യുക. വെജിറ്റബിൾസ് നമ്മൾ ആഡ് ചെയ്താലാണ് നമുക്ക് കോൺസ്റ്റിപ്പേഷൻ പോലത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കുള്ളൂ. കാരണം ഡയറ്റ് ചെയ്യുമ്പോൾ എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണത്. അപ്പോൾ അത് നമുക്ക് ഇല്ലാതിരിക്കാൻ നമ്മൾ ഹൈ ഫൈബർ കണ്ടൻറ്റുള്ള ഫുഡുകൾ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താം. അപ്പോൾ നമ്മളെ ഓംലേറ്റ് റെഡി ആയിട്ടുണ്ട്. നമ്മൾ അത്താഴം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത്താഴം കഴിച്ച് നമ്മൾ ഡേ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ ഫാസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഫാസ്റ്റിംഗ് മുറിക്കുന്നത്, നിങ്ങൾ ആദ്യം ഒരു 1 ടേബിൾ സ്പൂണ് ചിയാ സീഡ് നിങ്ങൾ സോക്ക് ചെയ്യാൻ വെക്കുക. അതിനുശേഷം നിങ്ങൾ സോക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ ജസ്റ്റ് ഒരു ചെറിയൊരു ചൂട് വെള്ളത്തിൽ അത് മിക്സ് ചെയ്തിട്ട് അതിലാദ്യം നിങ്ങളെ ഫാസ്റ്റിംഗ് മുറിക്കുക. 1 ടേബിൾ സ്പൂണ് സോക്ക്ഡ് ചിയാ സീഡ് നിങ്ങൾ ജസ്റ്റ് മിക്സ് ചെയ്തിട്ട് ചെറിയ ചൂടുവെള്ളത്തിൽ അതിൽ സ്റ്റാർട്ട് ചെയ്യുക. ഞാൻ അതിൻ്റെ കൂടെ എടുത്തിട്ടുള്ളത് വാട്ടർ മെലനും ക്യാൻറ്റലോപ്പുമാണ്. ഷമാം എന്ന് പറയുന്ന ഒരു ഏറെക്കുറെ എല്ലാം കൂടെ 200 ഗ്രാം വരുന്ന മാതിരി. അതേപോലെ ഒരു ക്യാരക്ക എടുത്തിട്ടുണ്ട്. ഇതിൽ നിങ്ങൾ ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ നമസ്കാരങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മളെ
മെയിൻ മീലിലേക്ക് കിടക്കാൻ പോകണം. അപ്പോൾ ഞാനിവിടെ ചിക്കൻ സലാഡാണ് എടുത്തിട്ടുള്ളത്. ചിക്കൻ സലാഡിന് ഞാൻ എന്തൊക്കെയാണ് എടുത്തിട്ടുള്ളത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഞാനിവിടെ ഒരുപാട് വെജീസൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ഫൈബർ കണ്ടൻ്റ് അടങ്ങിയിട്ടുള്ള ഒരുപാട് വെജീസൊക്കെ എടുത്തിട്ടുണ്ട്. സോ ഇതൊക്കെ നിങ്ങൾ മസ്റ്റായിട്ട് മാക്സിമം ഉൾപ്പെടുത്തുക. അപ്പോൾ ഇത് ഉൾപ്പെടുത്തുമ്പോഴാണ് നമ്മളെ മറ്റു പല പ്രശ്നങ്ങളും നമുക്ക് ഇല്ലാതിരിക്കുള്ളൂ. ഡയറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസൊക്കെ വരും. അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കാനാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഫുഡിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ അത് നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ചിക്കന് പകരം ഫിഷ് എടുക്കാം, അല്ലെങ്കിൽ സോയ ചങ്ക്സ്, ചന അങ്ങനത്തെ ഒക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഞാനിവിടെ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ബെസ്റ്റ് റിസൾട്ട് കിട്ടാൻ നോൺ വെജാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ, സോ എങ്ങനെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്? അപ്പോൾ ചിക്കൻ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അതിൽ ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത്, ചിക്കൻ ഞാനൊരു 200 ഗ്രാം എടുത്തിട്ടുണ്ട്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യാം, നമ്മൾ ആവശ്യത്തിനനുസരിച്ച് എടുക്കാം. അതേപോലെ ഞാൻ സാൾട്ട് നിങ്ങൾ ആവശ്യത്തിനനുസരിച്ച് എടുക്കാം. അതേപോലെ ജീര പൗഡർ, അതേപോലെ മഞ്ഞൾപ്പൊടി, അതേപോലെ മുളക് പൊടി, പെപ്പർ, ഇത്രയും സ്പൈസസാണ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾ ക്വാണ്ടിറ്റി നിങ്ങളെ സ്പൈസസ് അനുസരിച്ച് ഇതനുസരിച്ച് നിങ്ങൾ ആഡ് ചെയ്യാം. ജസ്റ്റ് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം ആദ്യം. അപ്പം പാനിലേക്ക് ഒലീവ് ഓയിൽ അല്ലെങ്കിൽ കോക്കനട്ട് ഓയിൽ നിങ്ങൾ യൂസ് ചെയ്യുക. അപ്പോൾ ഇതും ഒരുപാട് നിങ്ങൾ എണ്ണ യൂസ് ചെയ്യരുത്. വളരെ കുറച്ച്, ഒരു 1 ടേബിൾ സ്പൂൺ മതി, അത്രേ ആവശ്യമുള്ളൂ. ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്തെടുത്തതിന് ശേഷം ചിക്കൻ അതിലേക്ക് ഇടാം. ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കാം. നമുക്ക് ചിക്കൻ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മൂടി വെച്ചിട്ടൊന്ന് വേവിക്കാം. നമുക്ക് ഒരു 15 to 20 മിനിറ്റ് മതിയാവും. അതിൽ കൂടുതൽ വേണ്ടി വരുമെന്ന് തോന്നുന്നില്ല. ചിക്കൻ ബ്രസ്റ്റ് എടുക്കാം. മാക്സിമം നമ്മൾ വെയിറ്റ് ലോസ് ചെയ്യുമ്പോൾ ചിക്കൻ ബ്രസ്റ്റാണ് നമുക്ക് ബെസ്റ്റ് റിസൾട്ട് തരിക. അപ്പോൾ നിങ്ങൾ ലെഗ് പീസൊന്നും യൂസ് ചെയ്യാണ്ട് ചിക്കൻ ബ്രസ്റ്റ് തന്നെ എടുക്കുക. കലോറി കുറവായിരിക്കും ചിക്കൻ ബ്രസ്റ്റിലൊക്കെ. സെയിം നമ്മൾ ചിക്കൻ മാത്രം ഒന്ന് മാറ്റിയിട്ട് നമ്മൾ ഇതിലേക്ക് തന്നെ വെജീസ് കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് വെജീസ് വേവിച്ചെടുക്കാം. അപ്പോൾ ചിക്കൻ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു പാത്രത്തിലേക്ക് മാറ്റാം. മെയിൻ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മളെ ഈ മീലിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഹെൽത്തിയാണ്. എല്ലാം ഹെൽത്തി ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വെജീസ് വേവിച്ചെടുക്കാം. ഒനിയന്, ക്യാരറ്റ് സ്ലൈസായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ബീൻസ് ഒരു ഹാഫ് ഒനിയൻ, ഹാഫ് ക്യാരറ്റ്, അതേപോലെ ബീൻസ് ഒരു 4 ബീൻസ് എടുത്തിട്ടുണ്ട്. ബ്രൊക്കോളി ഒരു 40 ഗ്രാം എടുത്തിട്ടുണ്ട്. സാൾട്ട് നിങ്ങൾ ആവശ്യത്തിനനുസരിച്ച് ഇടുക. അതേപോലെ പെപ്പർ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾ ആഡ് ചെയ്യുക. ക്യാപ്സിക്കം ഞാൻ എടുത്തിട്ടുണ്ട്, ഒരു ഹാഫ് എടുത്തിട്ടുള്ളൂ, ഒരു വടൊന്നും എടുത്തിട്ടില്ല. എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ ഹൈ ഫൈബർ കണ്ടൻറ്റ് അടങ്ങിയിട്ടുള്ള ഫുഡുകളാണ് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത്, ബ്രോക്കോളി, ബീൻസൊക്കെ. അപ്പോൾ നമുക്ക് ഇതൊക്കെ കഴിക്കുന്നത് മൂലം തന്നെ നമുക്ക് നമ്മളെ സ്കിന്നിനും നല്ലതാണ്. നമുക്ക് മറ്റു പല പ്രശ്നങ്ങളിൽ നിന്നും നമുക്ക് ഇല്ലാതിരിക്കുകയും ചെയ്യാം. അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ളൊരു അടിപൊളി മീൽ തന്നെയാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. നമ്മളെ ഇഫ്താറിന് മെയിൻ മീലാണ് നമ്മളെ. അപ്പോൾ നിങ്ങൾ മാക്സിമം പ്രോട്ടീൻ കണ്ടൻറ്റ് കൂടുതലുള്ള ഫുഡുകൾ മാക്സിമം ഉൾപ്പെടുത്തുക. അപ്പോൾ നമ്മൾ 200 ഗ്രാം എടുത്തിട്ടുണ്ട്. ഏറെക്കുറെ 45 ഗ്രാം പ്രോട്ടീനോളം നമുക്ക് ഇതിൽ നിന്ന് കിട്ടി. ഇതിൻ്റെ കൂടെ ഞാനൊരു ഗ്രീൻ ടീ കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളത് കഴിഞ്ഞ് ഉറക്കത്തിന് ഒരു അരമണിക്കൂർ മുമ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു 2 എഗ്ഗ് ഫുൾ എഗ്ഗ് തന്നെ നിങ്ങൾ കഴിച്ചോളൂ. 2 എഗ്ഗ് ബോയിൽ ചെയ്തിട്ട് അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ആൽമണ്ടും വാൾനട്ട്സും, 2 വാൾനട്ട്സ്, 5 ആൽമണ്ട്സ്. അപ്പോൾ ഈ ആൽമണ്ട്സ് നിങ്ങൾക്ക് സോക്ക് ചെയ്ത് കഴിക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത്, കാരണം പെട്ടെന്ന് ദഹിക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ 2 വാൾനട്ട്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫുൾ മീൽ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ 3 മീലാണ് നമ്മളെ റമദാനിൽ നമ്മൾ എടുത്തിട്ടുള്ളത്. 0 കാർബ്സാണ്. ഏറെക്കുറെ നമുക്ക് അത്യാവശ്യം നല്ല പ്രോട്ടീൻ തന്നെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഇതിൽ. അപ്പോൾ മാക്സിമം ഈ ഒരു രീതിയിൽ നിങ്ങൾ ഫോളോ ചെയ്യുക. ബെസ്റ്റ് റിസൾട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. നിങ്ങളുടെ റിസൾട്ട് കമൻസിലൂടെ അറിയിക്കുക. മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ നിങ്ങളെ ഫ്രണ്ട്സിനും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. കുറച്ചുകൂടെ എളുപ്പമായിരിക്കും ഈ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ. പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാവും, എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ആഡ് ചെയ്യണം. അല്ലെങ്കിൽ പലർക്കും ഡൗട്ടായിരിക്കും, ഇത് കഴിച്ച് കഴിഞ്ഞാൽ അത് ശരിയാവുമോ എന്നുള്ളൊരു ഡൗട്ട് പലരും എന്നോട് ചോദിക്കാറുണ്ട്. അപ്പോൾ ആ ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്തുകൊണ്ടുള്ള ഒരു ഇതാണ്. അപ്പോൾ നിങ്ങൾക്ക് ബിഫോർ സ്ലീപ്പ് ഈ എഗ്ഗ് കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ജസ്റ്റ് ആൽമണ്ട്സും വാൾനട്ട്സും മാത്രം കഴിക്കുക.
അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കംപ്ലീറ്റ് മീലിൻ്റെ റെസിപ്പീസ് ഞാനിവിടെ പറഞ്ഞു കഴിഞ്ഞു, കാണിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇനി കുറച്ചുകൂടെ ഈസി ആയിട്ട് നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്. എല്ലാവരും നിങ്ങൾ റിസൾട്ട് കമൻസിലൂടെ മസ്റ്റായിട്ട് നിങ്ങൾ അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, കാരണം പലരും കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ്. അതുപോലെ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഫോളോ ചെയ്യുക. ജസ്റ്റ് ഒരു വന്ന് നിങ്ങളെ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ എല്ലാവർക്കും മറുപടി തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, എന്നെ കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, അത് നിങ്ങൾ മറക്കരുത് ഒരിക്കലും. ഓക്കെ, അപ്പോൾ ഒരു ബാലട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എന്നല്ലേ. ഓക്കെ, എനിവേ, all the best. So stay tuned.